ഉസ്മാൻ രാവിലെ കഴിച്ചത് പുട്ടാണെന്ന് തോന്നുന്നു. വന്നിരുന്ന് തള്ളുന്നതിന് യാതൊരുവിധ കുറവുമില്ല. തള്ളെന്താണെന്ന് വഴിയേ പറയാം. പക്ഷെ ഈ തള്ളൊക്കെ കേൾക്കുന്ന പൊതുജനങ്ങൾ ചിന്തിക്കുമായിരിക്കും കോൺഗ്രസ് പാർട്ടി അങ്ങ് വലിയ നല്ല പാർട്ടിയാണെന്ന്. എന്നാൽ കലക്കവെള്ളത്തിൽ വരെ മായം ചേർക്കുന്നതും അതുപോലെ തന്നെ നിങ്ങളുടെയൊക്കെ നഖത്തിന്റെ ഇടയിൽ വരെ കള്ളത്തരവും കാപട്യവുമാണ് എന്നുള്ളത് ഇവിടെ അരിയാഹാരം കഴിക്കുന്ന എല്ലാവർക്കും അറിയാം. അതേപോലെ സർക്കാരിന്റെ എന്ത് നല്ല പ്രവർത്തനത്തെയും വിമർശിക്കാനുള്ള മനോഭാവമാണ് കോൺഗ്രസിനുള്ളത്. ഇങ്ങനെയൊക്കെയാണ് കോൺഗ്രസ് പാർട്ടിയിലെ മനോഭാവം. എന്നാൽ കോൺഗ്രസിലെ മുതിർന്ന നേതാവായ രമേശ് ചെന്നിത്തലയ്ക്ക് ആ പാർട്ടിക്കുള്ളിൽ യാതൊരുവിധ വിലയുമില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അത് പല ഘട്ടത്തിലും നമ്മൾ കണ്ടിട്ടുള്ളതുമാണ്. സതീശനെ പോലെ എന്തിനേയും സർക്കാരിന്റെ എന്ത് കാര്യത്തെയും വിമർശിക്കാനും ബഹിഷ്കരിക്കാനും മാത്രമാണ് ചെന്നിത്തലയ്ക്കും പെരുത്ത ഇഷ്ടമുള്ളത്. കാരണം കഴിഞ്ഞ ദിവസം DYFI സംഘടിപ്പിച്ച മനുഷ്യചങ്ങലയും കേന്ദ്രത്തിനെതിരെ സമരം നടത്തുന്നത് ആളുകളെ പറ്റിക്കാനാണ് എന്നാണ് ചെന്നിത്തല പറയുന്നത്. പ്രധാനമന്ത്രി കേരളത്തിൽ വന്നപ്പോൾ സാമ്പത്തിക പ്രതിസന്ധിയെക്കുറിച്ച് സംസാരിക്കാൻ മുഖ്യമന്ത്രി തയ്യാറായില്ല. എന്നാൽ കേന്ദ്രത്തെ പുകഴ്ത്താൻ മുഖ്യമന്ത്രി സമയം കണ്ടെത്തി എന്നാണ് ചെന്നിത്തലയുടെ ഫസ്റ്റ് ക്ലാസ് കണ്ടുപിടുത്തം. പാർലമെന്റ് തിരഞ്ഞെടുപ്പ് അടുത്തു വരുമ്പോൾ ഈ കാട്ടുന്നത് രാഷ്ട്രീയ നാടകമാണെന്നും രമേശ് ചെന്നിത്തല ആരോപിച്ചു. എന്നാൽ അവരുടെ സ്വന്തം പാർട്ടിയിൽ കാണിക്കുന്ന കോപ്രായങ്ങളൊന്നും തന്നെ ചെന്നിത്തല അദ്ദേഹം കാണുന്നില്ല എന്ന് തോന്നുന്നു. തൃശ്ശൂരിൽ സ്ഥാനാർത്ഥി നിർണയം തുടങ്ങിയിട്ടില്ല. അതിനു മുന്നേ തന്നെ TN പ്രതാപന്റെ ചുവരെഴുത്തും വന്നു കഴിഞ്ഞു. അപ്പോൾ ഈ കാണിക്കുന്ന നാടകത്തെയൊക്കെ എന്ത് പേരിട്ട് വിളിക്കേണ്ടി വരിക? DYFI മനുഷ്യചങ്ങലയും നാടകമാണ്. തിരഞ്ഞെടുപ്പിൽ ജനങ്ങളെ അഭിമുഖീകരിക്കാൻ ആവാത്തതിലുള്ള നാടകമാണിത്. അനാവശ്യ ധൂർത്ത് സർക്കാരിന്റെ മുഖമുദ്രയാണ്. ലക്കും ലഗാനുമില്ലാതെ കടം വാങ്ങി കൂട്ടിയതിന്റെ ഫലമാണ് കേരളത്തിന്റെ സാമ്പത്തിക പ്രതിസന്ധി എന്നും ചെന്നിത്തല പറയുന്നു. UDF ഇറക്കിയ ധവളപത്രത്തിൽ സർക്കാർ ശ്രദ്ധിച്ചില്ല. കേരളം നേരിടുന്ന പ്രതിസന്ധികളിൽ നിന്ന് സർക്കാരിന് മാറി നിൽക്കാനില്ല. കേരളം സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് കൂപ്പുകുത്തുകയാണ്. UDF തീരുമാനത്തിന് കാക്കാതെ സമരത്തിന് ദിവസവും നിശ്ചയിച്ചു. CPM തീരുമാനത്തിന് പിറകെ പോകേണ്ട ഗതികേട് UDFന് ഇല്ല എന്നൊക്കെയാണ് ചെന്നിത്തല ഘോരം പ്രസംഗിക്കുന്നതും. ഇനി ചെന്നിത്തല പറഞ്ഞ ആ തള്ളിലേക്ക് വരാം. കേരളത്തിൽ നിന്ന് BJPക്ക് ഒരു സീറ്റും കിട്ടാൻ പോകുന്നില്ല എന്ന് ചെന്നിത്തല പറഞ്ഞു. പക്ഷേ ആ പറഞ്ഞത് ന്യായമാണ്, പറഞ്ഞതിൽ സത്യവുമുണ്ട്, അത് നമ്മൾ അംഗീകരിക്കണം. എന്നാൽ ഈ പറഞ്ഞതൊന്നും അല്ല തള്ള്. പറഞ്ഞ തള്ള് എന്താണെന്ന് വെച്ചാൽ ഇനി പറഞ്ഞ തള്ളാണ് ഒരു നമ്പർ 1 ഐറ്റം. ഇടതുപക്ഷത്തിനുള്ള ഒരു സീറ്റ് നഷ്ടമാകുമെന്നും 20ൽ 20 സീറ്റും UDFന് നേടുമെന്നും ചെന്നിത്തല പറയുന്നു. രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാകാൻ സർവ്വയോഗ്യനാണെന്നും പറയുന്നു. ആഹാ, ഇത് കേട്ടപ്പോൾ തന്നെ ചിരിയാണ് വരുന്നത്. അതേപോലെ ആരും പ്രധാനമന്ത്രിയാകും എന്ന കാര്യം ഇന്ത്യ മുന്നണി യോഗം ചേർന്ന് തീരുമാനിക്കുമെന്നും അദ്ദേഹം പറയുന്നു. KPCC അവഗണിക്കുന്നുവെന്ന KSUവിന്റെ പരാതിയിലും രമേശ് ചെന്നിത്തല പ്രതികരിച്ചു. KSU അവഗണന നേരിടുന്നു എന്ന് തനിക്ക് തോന്നിയിട്ടില്ലെന്നായിരുന്നു പ്രതികരണം. KPCC നേതൃത്വം എല്ലാ പോഷക സംഘടനയെയും ഒരുപോലെയാണ് പരിഗണിക്കുന്നതെന്നും ചെന്നിത്തല പറഞ്ഞു. കൂടുതൽ വാർത്തകൾ അറിയുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക.